ഞങ്ങൾ കർത്താവിനോട് കണക്ക് പറഞ്ഞോളാം. FCRA ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കേരളത്തിലുള്ള സകല കൂദാശ കുർബാന തൊപ്പിത്തൊഴിലാളികളും പറയുന്നത് ഞങ്ങളോടാരും കണക്ക് ചോദിക്കേണ്ട, ഞങ്ങൾ കർത്താവിനോട് കണക്ക് പറഞ്ഞോളാം എന്നാണ് ഈ കൂദാശ മാഫിയകളുടെ നിലപാട്. കണക്കുകളിൽ യാതൊരു അക്കൗണ്ടബിലിറ്റിയോ സുതാര്യതയോ കൃത്യതയോ ഇല്ലാതെ ശതകോടികളുടെ സാമ്പത്തിക തട്ടിപ്പും തിരിമറികളും നടത്തുന്ന ഈ കൂദാശ മാഫിയകളെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി നിയമ ഭേദഗതി കൊണ്ടുവന്നേ പറ്റൂ. അല്ല എങ്കിൽ ഈ സഭ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനങ്ങൾ ഇവന്മാർ തട്ടുമുടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. CSI സഭാംഗമായ ശ്രീ ജേക്കബ് മാത്യു പറയുന്നത് കേൾക്കുക. സഭയുടെ പല ഉന്നതാധികാര സമിതികളിൽ ഇരുന്നിട്ടുള്ള ഇദ്ദേഹം തൻ്റെ സ്വന്തം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സഭയിൽ നടക്കുന്ന തീവട്ടിക്കൊള്ളകളെക്കുറിച്ച് വിവരിക്കുന്നത് കേൾക്കുക. എൻ്റെ പേര് ജേക്കബ് മാത്യു. ഞാൻ CSI സഭ നോർത്ത് കേരള ഡയസിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും വർക്കിംഗ് കമ്മിറ്റിയിലും ഒരു ടൈം ഞാൻ സീമസ് സ്കൂൾസിന്റെ കൊച്ചിൻ ഏരിയയുടെ തൃശ്ശൂർ കൊച്ചിൻ ഏരിയയുടെ കോർപ്പറേറ്റ് മാനേജറുമായിരുന്നു. CSI സഭയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് വൻ കൊള്ളയാണ്. എനിക്ക് യാതൊരു സംശയമില്ല. നിരവധി കൊള്ളകൾ നടന്നതായിട്ട് എനിക്ക് നേരിട്ടറിയാം, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ സ്കൂൾസിന്റെ മാനേജർ ആയിരുന്ന സമയത്ത് പത്മശ്രീ CK മേനോൻ തൃശ്ശൂർ സീമസ് സ്കൂളിന് ഒരു പുതിയ ബ്ലോക്ക് എന്ന് പറഞ്ഞു വന്നിട്ട് പത്മശ്രീ CK മേനോൻ ഈ സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. അവർ വിദേശത്ത് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അവിടെ നിന്നാണ് അതിന്റെ ഫണ്ടിങ് അയച്ചത്. CK മേനോന്റെ നേതൃത്വത്തിലാണ് അത് പറഞ്ഞത്. അവിടെ നിന്ന് 2 കോടി രൂപയോളം അവിടെ അങ്ങനെ മുതൽ മുടക്കിയിട്ടുണ്ട്. അത് അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഡൊണേഷനായിട്ട് ചെയ്തു തന്നതാണ്. ഇന്നും അദ്ദേഹത്തിന്റെ ഫോട്ടോ ആ ബ്ലോക്കിൽ ഇപ്പുണ്ട്. അതിൻ്റെ അകത്തൊരു നീക്കുമാറ്റി ഒരു 15 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഞാൻ മാനേജർ എന്നെ ആ തലസ്ഥാനത്ത് മാറ്റം ചെയ്തു എന്ന് ഒരു ഉത്തരവൊക്കെ ഉണ്ടാക്കി വേറെ ആളെ കൊണ്ടുവച്ച് ഈ 15 ലക്ഷം രൂപ അന്നത്തെ ഡയോസിന്റെ ട്രഷറായിരുന്ന പിന്നീട് ബിഷപ്പായ PN പെൻ അടിച്ചുകൊണ്ട് പോയിട്ടുള്ളതാണ്. അപ്പൊ അന്ന് മുതലേ ഈ സ്കൂൾ ഫണ്ടിൽ നിന്ന് കിട്ടിയ പൈസ സ്കൂൾ പർപ്പസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് മാറ്റി കൊണ്ടുപോകാൻ പാടില്ല. അത് മാറ്റി കൊണ്ടുപോകാൻ സംബന്ധമായിട്ട് കേസ് CJM കോടതിയിലുണ്ട്. ഇന്നും ആ കേസ് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ അടുത്ത സമയത്ത് ഇപ്പൊ ഈ FCRA അക്കൗണ്ട് സംബന്ധമായിട്ട് വന്നേക്കുന്ന കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം വന്ന പോസ്റ്റിങ്സ് ഒക്കെ കാണുകയുണ്ടായി. അത് എന്തിനെങ്കിലും ഈ FCRA ഫണ്ടിന്റെ കാര്യത്തിൽ ഇവർ വേവലാതിപ്പെടുന്ന അക്കൗണ്ട്സ് കൃത്യമായി ഓഡിറ്റ് ചെയ്യേണ്ടതാണല്ലോ. ഇവരുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ മറ്റുള്ള ഇതിന് എന്തിനാ ഭയപ്പെടുന്നത്? ഇവർ ഭയപ്പെടുന്ന മുഴുവൻ സർവത്ര അഴിമതിയാണ്. ഇത് തന്നെയല്ല, കിട്ടുന്ന പൈസ മുഴുവൻ പല രീതിയിൽ പുറമാറ്റി കൊണ്ടുപോവുകയാണ്. ഈ അക്കൗണ്ട്സ് പരിശോധിക്കേണ്ടതാണ്. ഗവൺമെന്റ് എടുക്കുന്ന നടപടി വളരെ ശക്തമാണ്. കാരണം CSI സഭയെ സംബന്ധിച്ചോളം ഈ ഭൂസ്വത്തുക്കൾ മുഴുവൻ CMS പ്രോപ്പർട്ടീസ് ആണ്. CMS മിഷണറിമാരെ ഇന്ത്യയിൽ വന്ന് സ്വരൂപിച്ചിട്ടുള്ള സ്വത്തുക്കളാണ്. ആ സ്വത്തുക്കള് ശരിക്കും വിദേശ ഫണ്ടാണ്. ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് UK ആയിരുന്നു. 1947 CSI സഭ ഉണ്ടാവുന്ന സമയത്ത് ഇത് CMS ട്രാൻസ്ജെൻഡർ കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്തിട്ടുള്ളതാണ്. അത് CMS, LMS, ബാസ് ലിവാജിക്കൽ മിഷൻ ഇങ്ങനെ വിദേശ മിഷണറിമാര് സ്വരൂപിച്ചു കൊടുത്ത സ്വത്തുക്കളാണ്. ഈ സ്വത്തുക്കൾ ഇന്നിപ്പം ഇവര് മുറിച്ചു വിൽക്കുക, അന്യാധീനപ്പെടുത്തുക, അല്ലെങ്കിൽ ലീസ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നത്. ഈ അടുത്ത സമയത്ത് ഇന്നലെ എനിക്ക് ഇതിന്റെ CSITയുടെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റിന്റെ കോപ്പി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നിരവധി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 340 കോടി രൂപയോളം പല ഹെഡിലായിട്ട് ഒന്ന് ഇങ്ങനെ 350 കോടി രൂപ, പിന്നെ അതുകൂടാതെ എല്ലാം കൂടെ 1350 കോടി രൂപയുടെ വേണ്ടിയിട്ടുണ്ട്. അതിന്റെ സ്പീറ്റപ്പ് ബാലൻസ് ഷീറ്റ് 1350 കോടിയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നോ? 1350 കോടി. ഒന്ന് 915 കോടി രൂപ മിസ്ലേനിയസ് ഫണ്ട് ചെലവ്, അതിന് കണക്കില്ല. പിന്നെ മറ്റേ ലീഗൽ ഫണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എല്ലാം കൂടെ 1350 കോടി രൂപയുടെ ചെലവ് കാണിക്കുന്നുണ്ട്. ഇതിനൊന്നും കൃത്യമായ കണക്കുകളില്ല. ഇത് ROC കൊടുത്തേക്കുന്ന ബാലൻസ് ഷീറ്റാണ്. ആ ബാലൻസ് ഷീറ്റ് കോപ്പി എന്റെ കൈവശമുണ്ട്. ഇങ്ങനെ സകലത്തിൽ ഇപ്പോ ഈ കേരളത്തിൽ 6 ഡയോസിസ് ആണ്. ഈ 6 ഡയോസിസിനും കാണിക്കുന്ന കൊള്ളരായും കൊള്ളത്തിലും ഇത് നോർത്ത് കേരള ഡയോസിന്റെ കാര്യം മാത്രമാണോ ഈ പറഞ്ഞ 1350 കോടിയുടെ തട്ടിപ്പ്? ഈ 1350 കോടി രൂപയുടെ തട്ടിപ്പ് വ്യത്യസ്ത കാണുന്ന അതിനേക്കാളും മേലെ ആയിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് 302 പേജ് ഉണ്ട് ആ
ഓഡിറ്റ് അത് ഏത് CSI ഏത് സഭയുടെ അത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ട്രസ്റ്റ് അസോസിയേഷൻ 24 ഡയസിസും കൂടെ ചേർന്നിട്ടുള്ള മദ്രാസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് അതിന്റെ ആസ്ഥാനം മദ്രാസ് ആണ്. CSITA ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ട്രസ്റ്റ് അസോസിയേഷൻ. ഇതിന്റെ കീഴിലാണ് ഈ പറയുന്ന CSI സഭ. ഈ സഭയിൽ കൂടെ വർഷാവർഷം പലിശ വരുന്നുണ്ട്. അതിന്റെ അകത്ത് വൻ കൊള്ളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥലങ്ങൾ വിറ്റഴിക്കുക. ഈ അടുത്ത സമയത്ത് മറ്റൊന്ന് നടന്നിട്ടുണ്ട്. ഒരു 2-3 വർഷം മുമ്പ് തളിക്കുളത്ത് പ്രോപ്പർട്ടി വിറ്റ് ആ പൈസ 2.25 കോടി രൂപയ്ക്ക് വിറ്റ്. അതിന്റെ കണക്കില്ല, ബാലൻസ് ഇല്ല, ആ പൈസ അങ്ങനെ പോയി. അതുകൂടാതെ കൊടുങ്ങല്ലൂര് നാഷണൽ ഹൈവേ വൈഡനിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം ഗവൺമെന്റ് നാഷണൽ ഹൈവേ അതോറിറ്റി സക്വയർ ചെയ്തു. ആപ്പിന് കിട്ടിയേക്കുന്നത് അതിന് കൊടുത്തേക്കുന്ന വ്യാജ ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റ് കോപ്പി നമ്മുടെ വയസ്സുണ്ട്. ഏകദേശം എത്ര കോടിയാണ് കിട്ടിക്കാണും ആ സ്ഥലത്തിന്? സർക്കാർ 80 സെന്റ് സ്ഥലം എടുത്തതിന് എല്ലാം കൂടെ 15.95 കോടി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇതിലേ പോയെന്ന് അറിയത്തില്ല. അത് ഇതിലേ പോയെന്ന് അറിയത്തില്ല. എന്നിട്ട് കൂടാതെ ഇപ്പൊ സ്ഥലങ്ങൾ വാങ്ങിച്ചു, ഇച്ചിരി സ്ഥലം വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട്. അത് മാർക്കറ്റ് വാല്യൂവിനേക്കാളും കൂടിയ വിലക്കാണ് മൂന്നാർ ഒരു സ്ഥലത്ത്, മൂന്നാർ എന്ന് വെച്ചാൽ പൂപ്പാറ അപ്പുറം ബോഡിമെന്റിന്റെ ഇടയൊക്കെ ആയിട്ട് 20 സെന്റ് വാങ്ങിച്ചു എന്ന് പറയുന്നത്. ആ സ്ഥലം വാങ്ങി വയ്ക്കുന്നതിന് കൃത്യമായ കണക്കുകളൊന്നുമില്ല. പിന്നെ ഈ കിട്ടിയ പൈസ കൊണ്ടൊന്നും വിവിധ ബാങ്കുകളിൽ കൊണ്ടുവന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടെന്ന് പറയുന്നത്. ഒരു സെക്ഷൻ കമ്പനിക്ക് എങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്? പാടില്ല. ഈ CSI എന്ന് പറയുന്നത് സഭയല്ല, അന്നേരം ഇത് കമ്പനി ആക്ട് അനുസരിച്ചിട്ട് ഉണ്ടാക്കി കേൾക്കുന്ന പ്രശ്നമാണ്. കമ്പനിയാണോ ഇത്? അതെ അതെ, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ട്രസ്റ്റ് അസോസിയേഷൻ ഒരു കമ്പനിയാണ്. ആ കമ്പനി കീഴിലാണ് CSI സഭ. അന്നേരം ഈ കമ്പനിയിലെ തൊഴിലാളികൾ ജീവനക്കാരന്മാരല്ലേ അന്നേരം ഈ ബിഷപ്പും ബാക്കി പാർട്ടികളും ഒക്കെ? തീർച്ചയായിട്ടും. കാരണം ശമ്പളം പറ്റുന്ന, അതായത് ഈ കമ്പനി പ്രകാരം ശമ്പളം പറ്റുന്ന കൂതാശ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് കറക്റ്റ്, കുർബാന തൊഴിലാളികൾ നമ്മൾ പറയുന്നത് അക്ഷരം പറഞ്ഞ് ശരിയല്ലേ ഇവിടെ? വളരെ കറക്റ്റ് ആണ്. പക്ഷെ അന്നേരം വിശ്വാസികൾക്ക് അറിയത്തില്ല ഇതൊരു കമ്പനിയാണെന്ന് അറിയത്തില്ല, ഇതൊരു സഭയാണെന്ന് പറഞ്ഞാണ് വിശ്വാസികൾ ഇപ്പോഴും കൊണ്ട് ഇതിന് പണം കൊടുക്കുന്നത്. അതെ 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 അതെ. ഇവന്മാരിത് കമ്പനിയെ നഷ്ടത്തിലാക്കി കാണിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്നു. ഇതെല്ലാം തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇവരെന്ത് വേവലാതിപ്പെടുന്നത്? ഇത് കണക്ക് ശരിക്കും ഓഡിറ്റ് ചെയ്ത് കൃത്യമായ കണക്ക് കൊടുക്കട്ടെ. കാര്യങ്ങൾക്ക് സുതാര്യത വേണം, ട്രാൻസ്പെറൻസി വേണം, അക്കൗണ്ടബിലിറ്റി വേണം എന്ന് പറയുമ്പോൾ ഇവര് വ്യാകുലപ്പെടുന്നത് എന്തിനാ? യാതൊരു ട്രാൻസ്പെറൻസി കാര്യത്തിലില്ല. ഈ പറയുന്ന ഈ പുരോഹിതരുൾപ്പെടെ, പുരോഹിതരും ബിഷപ്പും എല്ലാം ഇതിലെ ശമ്പളം കിട്ടുന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ്. അവര് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഭരണസമിതിയിൽ ഇരിക്കാൻ പാടില്ല. അവർക്ക് ആത്മീയ കാര്യങ്ങൾ നേതൃത്വം കൊടുക്കാനുള്ള പ്രൊവിഷൻ മാത്രമേ ഉള്ളൂ. ഇവര് ആണ് കോളേജിന്റെ മാനേജർ, സ്കൂൾസിന്റെ മാനേജർ, ഇങ്ങനെ നിരവധി എല്ലാ കാര്യങ്ങളും കൈയിട്ട് വരിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതമാണ് വേണ്ടത്. അഴിമതി മുങ്ങി കുളിച്ചു നിൽക്കുന്ന ഒരു സഭയാണ് CSI സഭ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കമ്പനിയുടെ ഒരു യൂണിറ്റ് ആണത്. സഭ രൂപീകരിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ടിരുന്നു, അതേപോലെ ആതുര സേവനത്തിൽ ഇടപെട്ടിരുന്നു, കോളേജുകൾ ഉണ്ടാക്കി, സ്കൂൾസ് ഉണ്ടാക്കി, അങ്ങനെ അതായത് ചേട്ടൻ ഓർത്ത് നോക്കിയേ, ആ കാലത്ത് ദാരിദ്ര്യമുള്ള കാലത്ത് ഈ മിഷണറിമാർ കഷ്ടപ്പെട്ട് ഇന്ന് ഈ കാണുന്ന സ്വത്തുവകളും ഭൂസ്വത്തും ലാൻഡ് ബിൽഡിങ്ങും പ്രസ്ഥാനങ്ങളും എല്ലാം ഉണ്ടാക്കി ഇവന്മാർക്ക് ഇന്ന് ഇത്രയും കോടിയുടെ വരുമാനം ഉണ്ടായിട്ടും ഇവന്മാർക്ക് ഒരു പുതിയ പ്രസ്ഥാനമോ പുതിയ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടാനോ പറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇതെല്ലാം മുടിപ്പിക്കുകയും നശിപ്പിക്കുകയും വിറ്റഴിക്കുകയും കട്ടുമുടിക്കുകയും ചെയ്തിട്ട് പോലും ഇവന്മാർക്ക് നഷ്ടമാണ്. ശരിക്കും പറഞ്ഞ CSIയും CNAയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭയായിരിക്കും. ഏറ്റവും കൂടുതൽ ഭൂമി, ഏറ്റവും കണ്ണായ സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കയ്യിലുള്ളത് ഈ CSIയുടെ കയ്യിലല്ലേ? തീർച്ചയായിട്ടും. ഏത് ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ഹൃദയഭാഗത്തുള്ള, നമ്മുടെ കോട്ടയം ടൗൺ തന്നെ എടുക്കുക, കോട്ടയം ടൗണിന്റെ ഹൃദയഭാഗത്ത് കിടക്കുന്ന സ്ഥലം നോക്കുക. അതെ, ആ മിസ്ബേക്കർ കോമ്പൗണ്ട്, CMS കോളേജ് ഇരിക്കുന്ന സ്ഥലങ്ങൾ, മിസ്ബേക്കർ കോമ്പൗണ്ട്, നെഹ്റു സ്റ്റേഡിയം വരെയുള്ള പ്രോപ്പർട്ടി, കോടികൾ പ്രതിമാസം വാടക കിട്ടുന്ന ബിൽഡിങ്ങുകളല്ലേ അവിടെ ഉള്ളത്. അതേപോലെ തിരുവല്ല സൈഡില്, ചെങ്ങന്നൂര്, മറ്റേ പഞ്ചേരി ആ ഭാഗത്ത്, പിന്നെ കൂടാതെ തിരുവനന്തപുരം ടൗണിൽ തന്നെ തിരുവനന്തപുരത്ത് LMS കോമ്പൗണ്ട് ഇരിക്കുന്ന അത്രയും LS കോമ്പൗണ്ട്, പിന്നെ ക്രൈസ്റ്റ് ഇരിക്കുന്ന ആ കോമ്പൗണ്ട്, അങ്ങനെ കണ്ണായ സ്ഥലങ്ങൾ മുഴുവൻ CSIയിലുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഈ സ്ഥലങ്ങൾ ഇത്രയും പ്രൈം ലാൻഡ് കയ്യിലിരുന്നിട്ട് ഇതിനകത്ത് കോടികളുടെ വരുമാനം കിട്ടിയിട്ട് ഈ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും ഒരു ചാരിറ്റി ഇവന്മാര് ചെയ്യത്തില്ല, ഒരു സഹായം ചെയ്യത്തില്ല. ഇവന്മാർ ഈ പണം എവിടെ കൊണ്ടുപോകുന്നു, എങ്ങോട്ട് പോകുന്നു ഈ പണം?
ഇതെല്ലാം ഇവരുടെ വായ്പ പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ അച്ഛന്മാരുടെയും ബിഷപ്പുമാരുടെയും വായ്പ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം അത് യഥാർത്ഥത്തിൽ ഈ BJP സർക്കാർ ചെയ്തത് വളരെ നല്ല ഒരു കാര്യമല്ലേ? ഇപ്രകാരം ഒരു 100% പെർഫെക്റ്റ് ആണ്. ഇവരുടെ നിയന്ത്രണം വേണം. തിരിച്ചടി കിട്ടുമെന്ന് ഭയന്ന് ഇനി അവന്മാര് ഈ നിയമനിർമ്മാണവുമായിട്ട് പിന്നോട്ട് പോയാൽ. ഈ അടുത്ത സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ആലുവയില് ഒരു UC കോളേജിന്റെ അടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലെ കോൺഗ്രിഗേഷനില് അവര് 2 ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ തിരഞ്ഞെടുത്തു. അവരുടെ പണി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ രേഖകൾ ചോദിച്ചു. അച്ഛൻ കൊടുക്കാൻ തയ്യാറല്ല. അവസാനം അതിൽ നിന്ന് ഒരുത്തിനെ കൊണ്ട് റിസൈൻ ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് പൊതുയോഗം വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വെച്ചു, ഇന്ത്യൻ ഓഡിറ്റേഴ്സ് വേണോ വേണ്ടോ എന്ന്. ഞാൻ ഒരിക്കൽ പോലും കേട്ടിട്ടില്ല ഇന്ത്യൻ ഓഡിറ്റേഴ്സ് വേണ്ട എന്ന് പറഞ്ഞ് ഡിസിഷൻ എടുത്തിട്ട്. എന്റെ കണക്ക് നിങ്ങളാരും പരിശോധിക്കണ്ട. ഇതാണ് ഇവരുടെ പേര്. ഞങ്ങൾ കർത്താവിനോട് കണക്ക് ബോധിപ്പിച്ചോളാണ് ഇവന്മാര് പറയുന്നത്. അതാണ്. അപ്പൊ ഈ വരവ് ചെലവ് കണക്കുകൾ പുറത്തൊരാൾ അറിയാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ. അച്ഛന്റെ പേര് ഉൾപ്പെടെ എനിക്കറിയാം. പേര് ഞാൻ വിളിക്കാൻ വേണ്ടി തയ്യാറാണ്. ഈ അടുത്ത ദിവസം അപ്പൊ അതിൻ്റെ അകത്ത് ഇന്റേണൽ ഓഡിറ്റർ ഉണ്ടായിരുന്ന ഒരു തെരീൻ ചാക്കോ എന്ന് പറയുന്ന ഒരാളായിരുന്നു. അദ്ദേഹം റിട്ടയർഡ് ബാങ്ക് മാനേജറാണ്. അദ്ദേഹത്തിന് ഈ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി കാണാം. അങ്ങനെ തെങ്ങ കിടക്കുന്ന മാങ്ങാണെന്ന് പറഞ്ഞ് സമ്മതിക്കല്ലോ, അപ്പോൾ തേങ്ങ തന്നെയാണെന്ന് പറയും. ആ ടൈപ്പാണ്. അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താണ് പൊതുയോഗം വിളിച്ചു കൂട്ടിയിട്ട് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ആവശ്യമില്ല എന്ന് അദ്ദേഹം. ഈ സ്ത്രീകൾക്കും അല്ലെങ്കിൽ മറ്റു പൊതുജനങ്ങൾക്ക് ഇത് കമ്പനിയാണെന്നോ അതിന്റെ വരവ് ചെലവ് കണക്കാണെന്നോ അച്ഛനാണ് പരിശുദ്ധനാണെന്നുള്ള ധാരണ നടക്കുന്നവരാണ്. ഇന്നിപ്പോൾ വേറൊരു അച്ഛൻ ഇവിടെ മുണ്ടക്കയത്ത് സബ് ജയിലിൽ കിടക്കുക, സ്ത്രീ പീഡനത്തിന് കേസിലെ ഒരു അച്ഛനാണ്. അങ്ങനെ തരംതാന്ന് ഒരുപാട് ആൾക്കാരാണ് ഇന്ന് സഭയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇവരാരും പുണ്യാളന്മാരൊന്നുമല്ല. കേവലം തൊഴിലിന് വേണ്ടിയിട്ട് വന്നിട്ട് വെട്ടിപ്പിടിച്ച് സഭയുടെ കാർന്നു തിന്നുന്ന ഒരു പറ്റും ആൾക്കാരാണ്. ഈ പ്രസ്ഥാനങ്ങൾ, അതായത് ക്രിസ്തുവിന്റെ നാമത്തിൽ ഉണ്ടാക്കി ഈ പ്രസ്ഥാനങ്ങൾ തകരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും സർക്കാർ ഇടപെട്ട് ഇവരുടെ കണക്ക് കാര്യങ്ങളിൽ ഒരു സുതാര്യതയും ഇതിന്റെ അകത്ത് കർശനമായിട്ട് വന്നേ പറ്റത്തുള്ളൂ അല്ലേ? അതിനകത്തൊരു അക്കൗണ്ടബിലിറ്റിയും ഒരു സുതാര്യതയും ഒക്കെ വരണ്ടേ? തീർച്ചയായിട്ടും വേണം. യാതൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല. ഇവർക്ക് തോന്നുന്ന പോലെ ചെറുതായിട്ട് വെട്ടിമാറ്റുക, ആരെ വേണമെങ്കിലും മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് എന്ത് കള്ളക്കഥകളും സൃഷ്ടിക്കുക, ഇതാണ് കരുത്തില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.